ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അപ്പച്ചനാണ് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളായിരുന്നു ഓരോ സാക്ഷ്യം പറയുക എന്നുള്ളത്. കർത്താവ് തന്നെ വിടുവിച്ച വലിയൊരു വിടുതൽ ജനത്തോട് പറയുവാൻ താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് വേറൊരു ഭവനത്തിൽ വന്നിരുന്നാണ് ആ കർത്താവിൻ്റെ പ്രിയദാസൻ തൻ്റെ സാക്ഷ്യം പറയുന്നതിനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ പിതാവിനെ കർത്താവ് ബലപ്പെടുത്തിട്ട് കേൾവിക്കാർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയ ഹല്ലേലൂയ, പിതാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിക്കാനുള്ള കൃപ കർത്താവ് കൊടുത്താട്ട് കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പച്ചാ, എവിടുന്നാ നമ്മോടൊപ്പം ഇപ്പം കടന്നു വന്നിരിക്കുന്നത്? തിരുവല്ലയിൽ നിന്നാ കടന്നു വന്നിരിക്കുന്ന. ഇവിടെ നെല്ലാട്ട് വന്ന എന്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ വീട്ടിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. ഓക്കെ. ഒത്തിരി കഷ്ടപ്പാടൊക്കെ സഹിച്ചാ വന്നതെന്ന് മനസ്സിലായി. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ഇനിയുള്ള സമയം ഞാൻ അപ്പച്ചന്റെ സാക്ഷ്യം പറയാൻ തരികയാണ്. സാക്ഷ്യം പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് കുഞ്ഞുമോൻ തോമസ്. വീട് തിരുവല്ലയിൽ ബദനി റോഡിന് സമീപം ബിഷപ്പ് ഹൗസിന്റെ തൊട്ടുപുറവില്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം തിരുവല്ലയിൽ തന്നെയാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 8 മക്കളാണ്. അവരിൽ ഏറ്റവും എട്ടാമത്തെ മകനാണ് ഞാൻ. അന്ന് ഒത്തിരി കഷ്ടപ്പാടും പ്രയാസങ്ങളിൽ കൂടെ ജനിച്ചു വളർന്നതാണ്. ഞങ്ങളെ സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നാലും എന്നെ അവർ സാമാന്യ രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെയും സാമാന്യ രീതിയിൽ പഠിപ്പിച്ച് പട്ടാളത്തിലും മറ്റു വിദേശങ്ങളിലും ഒക്കെ അവർക്ക് ജോലി ചെയ്യാൻ ദൈവം തമ്പുരാൻ അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പിതാവും മാതാവും കഷ്ടപ്പെട്ട് ഞങ്ങളെ 8 പേരെ വളർത്തിയത്. 2 പെണ്ണും 6 ആണുമായിരുന്നു. അവരെ എല്ലാം ഓരോ സ്ഥാനത്താക്കി. അന്ന് ആ സ്ഥാനത്താക്കി എന്നെയും ഐറ്റിയെ വരെ പഠിപ്പിച്ച് വിദേശത്തയച്ച് 10-15 കൊല്ലം ബഹറിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഡ്രൈവറായിട്ടും അല്ലാതെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു പ്രാവശ്യം നാട്ടിൽ അവധിക്ക് വന്നപ്പോഴേ ഒരു കല്യാണ ആലോചന വന്ന് ഞാനും എൻ്റെ സഹോദരന്മാരും പോയി കണ്ട്, പെണ്ണിന്റെ വീട്ടിൽ പോയി കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് അവിടെ വെച്ച് കല്യാണം ഉറപ്പിച്ച് കല്യാണം നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ചു വീണ്ടും ബഹറിൽ കടന്നുപോയിച്ച് പിന്നെയും 2 വർഷം കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്. മടങ്ങി വന്ന് ഞങ്ങൾക്ക് തലമുറ ഇല്ലാഞ്ഞുകൊണ്ട് ഒരു 4 പ്രാവശ്യം പോവുകയും വരികയും ചെയ്തിട്ട് തിരിച്ച് ജോലി കഴിഞ്ഞ് ഭവനത്തിൽ താമസമായി എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ. അങ്ങനെ താമസിക്കുന്ന അവസരത്തില് ഞങ്ങൾ അന്ന് പാലിയക്കരപ്പള്ളി ഇടവക്കാരായിരുന്നുകൊണ്ട് എപ്പോഴും പരുമലപ്പള്ളിയിലും ഒക്കെ നടന്നു അല്ലാതെയൊക്കെ പോയി അവിടെ പോയി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ 9 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു തലമുറയുണ്ടായി. ഒരു മോനെ ഞങ്ങൾക്ക് ദൈവം ദാനം തന്നു. അന്നേരം പിന്നെ ഞങ്ങളുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റം വന്നു. അതിനു മുമ്പേ നാട്ടിൽ വന്ന് കൃഷികൾ ചെയ്തു, പലിശയ്ക്ക് പൈസ കൊടുത്തു ഒക്കെ ജീവിച്ചു. പല ബിസിനസ്, സ്ഥലക്കച്ചവടം, ഭവനക്കച്ചവടം, വാടക, ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ കൂടെ കടന്നുപോയി. ഏറ്റവും വലിയൊരു വാഹനം മേടിച്ച് ടാക്സി, ടൂറിസ്റ്റ് കാർ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എനിക്കൊരു അപകടം സംഭവിക്കുന്നത്. അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അപകടമായിരുന്നു. അത് എത്ര പറഞ്ഞാലും അതങ്ങോട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ പ്രയാസമുള്ള ഒരു അപകടമായിരുന്നു. ഞാൻ തിരുവല്ലയിൽ എലൈറ്റിന്റെ വാതക്കല് ഞങ്ങളുടെ ടൂറിസ്റ്റ് കാർ ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് ഒരു ദിവസം എൻ്റെ ചേട്ടന്റെ ഭാര്യ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുന്നു. അവരുടെ അമ്മ കല്ലൂപ്പാറയിൽ മൂലമണ്ണിലുള്ള അമ്മച്ചി മരിച്ചതിന് കാണാൻ വരുന്നതാണ്. അവിടെ വെച്ച് ഞാനും എൻ്റെ സഹോദരൻ, പട്ടാളത്തിലുള്ള സഹോദരനും കൂടാണ് എയർപോർട്ടിൽ പോയി കൊണ്ടുവരാൻ പോയത്.
ഒരു കർക്കിടക മാസത്തില് ഓഗസ്റ്റ് മാസം 3-ാം തീയതി രാവിലെ 7 മണിയായപ്പോ ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് യാത്ര തിരിച്ച് തിരുവല്ല കുരിശോവലെ വന്ന് 2 രൂപ കുരിശിന്റെ അകത്ത് നേർച്ചയിട്ട് എന്നിട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലോട്ട്. 8-8:15 ഞങ്ങള് കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞു. കൊട്ടാരക്കര കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, അടുത്ത സ്റ്റോപ്പിൽ നേരം വെളുത്തല്ലോ, അടുത്ത സ്റ്റോപ്പിൽ പോയി നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ സെക്കൻഡിൽ നേർക്ക് നേർ മൂലമുറ്റം സൂപ്പർ ഫാസ്റ്റ് വന്ന് ഞങ്ങളുടെ കാറിന്റെ പുറത്തെ ഇടിച്ചു കയറി. അന്ന് ഒരു ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് അനേകം ദൈവമക്കൾ വേദപുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. കാറിന്റെ പുറത്ത് ഇടിച്ചു കയറിയ ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ആശുപത്രി കിടക്കുന്നതെന്ന് അറിഞ്ഞത്. അവിടുന്ന് ആശുപത്രി കിടക്കുന്ന നാട്ടുകാര് ഞങ്ങളുടെ കാറിന്റെ പുറത്തുനിന്ന് തെള്ളി മാറ്റി ഞങ്ങളുടെ കാറ് വെട്ടിപ്പൊളിച്ച് ഞങ്ങളെ 2 പേരെ എടുത്തപ്പോൾ എന്റെ നേരെ മൂത്ത സഹോദരൻ 3 കഷ്ണമായിട്ടായിരുന്നു. ഞങ്ങളെ ആ 3 കഷ്ണവും എന്നെയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോ അവിടെ ഡോക്ടർമാർ നോക്കി വെച്ച് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, 3-4 കഷ്ണമായ പീസായതല്ലേ, ഇവരിനി അന്നേരെ മരിച്ചുപോയി എന്നവര് ഡോക്ടർമാര് വിധി എഴുതിയായിരുന്നു. എന്നെയും എന്റെ സഹോദരന്റെ 3 കഷ്ണമായ ശരീരവും ആ മോച്ചറിയുടെ വാതക്കൽ ഒന്നിച്ചിട്ട് എന്നിട്ടൊരു ഷീറ്റിട്ട് മൂടിയ അവസ്ഥ. അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ കാറിന്റെ സൈഡിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ലാൻഡ് ഫോണിന്റെ. അത് വെച്ച് ആ നാട്ടിലുള്ളവര് വിളിച്ച് തിരുവല്ല പോലീസ് സ്റ്റേഷനിലും തിരുവല്ലയിൽ എന്റെ ഭവനത്തിലും വിളിച്ചു പറഞ്ഞ് അങ്ങനെ എന്റെ വീട്ടുകാരറിഞ്ഞു. അന്നൊരിടത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ പോയവര് തിരുവനന്തപുരം എയർപോർട്ടിൽ ഞങ്ങളെ കണ്ടില്ലെന്നും പറഞ്ഞു വിളിച്ചു. അന്നേരം പറഞ്ഞു, ഇവര് 2 പേരും അപകടമുണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കും എന്നുള്ള വിവരം കിട്ടി. അത് വെച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ പോയവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു. ഞങ്ങളെ തപ്പി വന്നപ്പോൾ മോച്ചറിയുടെ സൈഡില് ഇങ്ങനെ സാധാരണ ഈ നമ്മൾ ഇറച്ചിക്കടയിലൊക്കെ ഇറച്ചികൾ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ 2 പേരെയും കൂട്ടി ഒരു ഷീറ്റിട്ട് മൂടിയ അവസ്ഥയിൽ കണ്ടു. എന്റെ ചേട്ടന്റെ ഭാര്യ നോക്കിയപ്പോൾ എനിക്കൊരു ശകലം മൂക്കിന്റെ അവിടെ അനക്കം ഉണ്ടെന്ന്, ശ്വാസം പോകുന്നതായിട്ട് ആ പുള്ളി കണ്ടു. അവര് നിർബന്ധിച്ചു ഡോക്ടർമാരെ കൊണ്ട് എന്നെ ആ മെഡിക്കൽ കോളേജിൽ ICUലാക്കി. എന്റെ സഹോദരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാക്കി. ഞാൻ ICU കടന്നു, സഹോദരൻ മോർച്ചറിയിലും കിടക്കുന്ന അവസ്ഥയില്. അങ്ങനെ നല്ല മനുഷ്യരായ നാട്ടുകാരും തിരുവല്ലക്കാരും എല്ലാവരും കൂടി ഞങ്ങളെ 2 ദിവസം ഞാൻ ആശുപത്രിക്ക് അകത്ത് വെച്ച് ഡോക്ടർമാര് പറഞ്ഞു, മരിച്ച ശരീരവാ, ഒരനക്കം മാത്രമേ ഉള്ളൂ, 2 പേരെയും കൂടെ ഒന്നിച്ച് ഒരു ആംബുലൻസ് നാട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇട്ടിരിക്കുന്ന അവസ്ഥയില് അങ്ങനെ 7 ദിവസം വരെ ഞാൻ ആശുപത്രിക്കകത്ത് സകല അനക്കത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു. 7-ാം ദിവസം എന്റെ സഹോദരന്റെ മൃതദേഹം തിരുവല്ലായി കൊണ്ടുവന്ന് പാലിയക്കര പള്ളിയിൽ അടക്കം ചെയ്തു. ഞങ്ങളെ 2 പേരെ ഒന്നിച്ചടക്കാനുള്ള സൗകര്യങ്ങൾ തിരുവല്ല പാലിയക്കര പള്ളിയിൽ ഒരുക്കിയിരുന്നു. നല്ല നാട്ടുകാരെല്ലാവരുടെയും സഹായത്താല് പുള്ളി അടക്കം കഴിഞ്ഞ് ഞാൻ 3 മാസം കൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. പക്ഷെ എന്നെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പല പ്രാവശ്യം എന്നെ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയെങ്കിലും ആ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യുവാൻ കഴിവില്ലായിരുന്നു. ദൈവത്തിന്റെ അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, അനേകം പള്ളിക്കാര് ജാതി ഭേദമില്ലാതെ ഞങ്ങള് 2 പേർക്ക് മരിച്ചു പോയെന്നുള്ള വിവരം കിട്ടി. അനേകരുടെ പ്രാർത്ഥനയിൽ ദൈവം തമ്പുരാൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ട് അല്പ ആശ്വാസങ്ങൾ തന്നെങ്കിലും ഒരേ കിടക്കും. മറ്റുള്ളവരെ കണ്ടാൽ അറിയല്ല, ബോധമില്ലാത്ത അവസ്ഥയില് ഞാൻ ആ 3 മാസം മെഡിക്കൽ കോളേജിൽ കടന്നെങ്കിലും എന്റെ സഹോദരങ്ങളും
എനിക്കുള്ളവരെല്ലാം എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. തിരുവല്ലക്കാരും പലരും എന്നെ അന്വേഷിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ. അന്ന് തിരുവല്ലയിലിരുന്ന സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ സാറിന്റെ സഹോദരങ്ങൾ 2-3 പേരും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവര് വേണ്ട സൗകര്യങ്ങൾ അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തു തന്നുകൊണ്ടിരുന്നു. അത് ദൈവത്തിന്റെ ഒരു സഹായമായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാരെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കിടന്നിട്ട് ഒരു പ്രയോജനമില്ല, ഒരു വാഴപ്പിണ്ടി പോലെ ഇവിടെ കിടക്കുമല്ല, അത് ഒരു നിവൃത്തിയില്ലെന്നും പറഞ്ഞ് എന്റെ വീട്ടിലുള്ള സഹോദരങ്ങളോട് പറഞ്ഞ് അവർ ആംബുലൻസിലെ കയറ്റി തിരുവല്ലായ്ക്കു പറഞ്ഞു വിടുന്ന ഒരവസ്ഥ. അന്നേരം എന്റെ സഹോദരങ്ങൾക്കൊക്കെ വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി ഇത് കൊണ്ടിട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ള ധാരണയില് എന്റെ സഹോദരങ്ങളെല്ലാം പ്രയാസത്തോട് കഴിഞ്ഞു. ദൈവം തമ്പുരാൻ ഞങ്ങളുടെ അവരുടെ പ്രയാസം കണ്ടിട്ട് ദൈവം തമ്പുരാൻ ആ ആംബുലൻസ് എന്നെ കൊണ്ട് എന്റെ വീട്ടിലോട്ട് പോയില്ല. തിരുവല്ലായിൽ പുഷ്പഗിരി ആശുപത്രിയുടെ എമർജൻസി വാർഡിന്റെ അവിടെ കൊണ്ടിട്ടിട്ട് അവിടെയുള്ള ഡോക്ടർമാരോട് ചോദിച്ചു, ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്ന ഒരാളാണ്, അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു മുറി കൊടുത്ത് സഹായിക്കണമെന്ന്. അവരെനിക്ക് തിരുവല്ലായിൽ പുഷ്പഗിരിയിൽ ഒരു മുറി തന്ന് അവരെന്നെ അവിടെ കിടത്തി. അവിടെ വെച്ച് പല ഡോക്ടർമാരെന്നെ നോക്കിയിട്ട് അവരെ നോക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നൊരു ദൈവത്തിന്റെ കരുതൽ അവിടെ ഇറങ്ങി വന്നില്ല. ദൈവം തമ്പുരാൻ അനേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പോയ പള്ളിക്കാരെ, മറ്റു ദൈവ മക്കളെ, മറ്റുള്ളവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനൊരു നല്ല മനുഷ്യനായതും കൊണ്ടല്ല, ഒരു സ്വഭാവ വ്യത്യാസമുള്ളവനായിരുന്നുകൊണ്ട് ജനങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്റെ അപ്പന്റെ അമ്മയുടെ ഏറ്റവും ഇളയ മകനായിരുന്നുകൊണ്ട് എല്ലാവർക്കും എന്നോട് സ്നേഹ കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അനേക കാര്യങ്ങളിൽ ഇടപെട്ട് എന്റെ ആ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന ഒരു ദിവസം എന്റെ വീടിന്റെ പടിക്ക് വെച്ച് ദൈവം തമ്പുരാനുമായിട്ട് ഞാൻ സംസാരിച്ചത് എന്റെ വീട്ടിലൊരു ഹെഡ് മാസ്റ്റർ താമസം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം കണ്ടെത്തിന്ന് കയറി വരുമ്പോഴേ ആ മാസ്റ്റർ കൂടെ ഈ ദൈവദാസനും ഇവിടെ വരുന്നു. എന്റെ മുറ്റത്ത് നിന്നപ്പോ എന്നെ കണ്ടപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അവിടെ നിൽക്ക്, എനിക്ക് സംസാരിക്കണമെന്ന്. പക്ഷെ ഒരു ബന്ധുക്കോസിലെ ഉപദേശിയായിരുന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലായിരുന്നുകൊണ്ട് ഞാൻ അവിടെ മാറി നിന്നപ്പോൾ ആ ദൈവദാസൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ മടങ്ങി വരാനുള്ള അർത്ഥം എനിക്ക് അന്നേരം പെട്ടെന്ന് കിട്ടിയോ ഇല്ല. ഞാനൊരു ഓർത്തഡോക്സുകാരനായതുകൊണ്ട് എന്റെ ധാരണ പള്ളിയിലുള്ള അച്ഛന്മാര് പ്രാർത്ഥിക്കുക, അവരുടെ പ്രാർത്ഥനയെ സംബന്ധിക്കുക, ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളായിരുന്നു. ഈ ദൈവദാസനോട് ഞാൻ എന്തൊക്കെയോ എനിക്കറിയാവുന്ന ഭാഷ 3-4 ഭാഷ പറഞ്ഞു. പുള്ളി എന്നിട്ടും വിട്ടുമാറിയില്ല. ഞാൻ ഈ ശബ്ദം കേട്ടോണ്ട് എന്റെ ഭാര്യ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഒരു ഉപദേശിയാന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളിക്കാരത്തി ചെന്ന് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ആ മനുഷ്യന്റെ ഒരു പള്ളി ഭക്തനാ, ഒരു ദൈവദാസന്മാരുടെ വാക്ക് കേൾക്കുകയല്ല, പള്ളിയിലുള്ള മാത്രമേ കേൾക്കുന്ന ആളാന്നും പറഞ്ഞ് ആ പാസ്റ്ററുടെ കാല് പിടിച്ചു പറഞ്ഞു. അന്നേരം ആ പാസ്റ്റർ പറഞ്ഞു, ഇല്ല, എനിക്ക് ആ മനുഷ്യനോട് വീണ്ടും സംസാരിക്കണം, എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് താഴെ നോക്കി ആ പുള്ളി എന്റെ മുഖത്ത് കൈ നോക്കി ചൂണ്ടി പറഞ്ഞു, ഇന്നേക്ക് 7-ാമത്തെ ദിവസം നിന്നെ കൊട്ടെ വാഴുന്ന അവസ്ഥയെ എന്റെ ദൈവം എന്നെ കാണിക്കുന്നെന്ന് ആ ദൈവദാസൻ പറഞ്ഞു. നിന്റെ സൗന്ദര്യം, നിന്റെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തുവാന്ന് പറഞ്ഞു ദൈവം തമ്പുരാൻ. അത് പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല. ദൈവദാസന്മാരുടെ വാക്കിന് ഒരു വാക്ക് കൽപ്പിക്കാതെ അങ്ങ് നമ്മൾ മാറിക്കൊടുത്തതിന്റെ 7-ാമത്തെ ദിവസമാണ് എന്റെ വാഹനവും മൂലമുറ്റം സൂപ്പർ ഫാസ്റ്റും കൂടെ കൂട്ടിയിടിക്കുന്നത്. അന്ന് നമുക്ക് ഇടിച്ചു കഴിഞ്ഞിട്ട് ഒന്നും അറിഞ്ഞില്ല. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങളായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് എനിക്ക് അനേക ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നെങ്കിലും ഞാൻ ആ പ്രാർത്ഥനയിലൊന്നും ശ്രദ്ധ കൊടുത്തിട്ടില്ല. ശ്രദ്ധ കൊടുക്കാൻ ആരും എന്റെ മുഖത്ത് നോക്കത്തില്ലായിരുന്നു.
ദൂരെ മാറി നിന്ന് പ്രാർത്ഥിക്കത്തുള്ളായിരുന്നൊരു വികൃതമായ രൂപം. മുഖത്ത് ഇടിച്ച് വണ്ടി ഇടിച്ച് അപ്പുറത്ത് പോയ അവസ്ഥ. മുഖത്തിന്റെ ഒരു വശം മൊത്തം പൊടിഞ്ഞു പോയ അവസ്ഥ. തലയുടെ പകുതി പൊടിഞ്ഞു പോയതാണ്. ഒരു കൈ ഇരിഞ്ഞു പോയ അവസ്ഥ. ഈ നെഞ്ചിന്റെ വാരിയല്ലോ ഒരു വശത്തെ മൊത്തം പൊട്ടിപ്പോയ അവസ്ഥ. ഒരു കാല് ബോണ് തെറ്റി ഇപ്പുറത്തൂടെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒടിഞ്ഞു മറിഞ്ഞ് നമ്മുടെ ഇറച്ചിക്കടയെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു കോഴിയുടെ ഒരു കാളയുടെ രൂപത്തില് ഒടിഞ്ഞു മറിഞ്ഞ കഷ്ണങ്ങൾ മാത്രം, ആരും മുഖത്ത് നോക്കാത്ത അവസ്ഥയില്. അങ്ങനെ ഇരിക്കുമ്പോഴും എൻ്റെ ഭാര്യ സഹോദരി ഇടിയപ്പം മേടിച്ച് നൂല് പോലെ പല്ലില്ലാത്തതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇട്ട് തരുന്ന അവസ്ഥ. അവിടെ എല്ലാം കഴിഞ്ഞു. അവരുടെയൊക്കെ കണ്ണുനീരും പ്രാർത്ഥന കൊണ്ട് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത എന്നെ സ്നേഹിച്ചുകൊണ്ട് വന്ന അവസ്ഥ. ഞാൻ ആ തിരുവല്ലായിൽ ആ പാലിയേക്കരയിലുള്ള കുഴഞ്ഞ ചേറ്റി കിടന്ന കണ്ടത്തിലെ ഹല്ലേലൂയ മുങ്ങിത്താണ് കിടന്ന ചേറ്റിന്ന് എന്റെ ദൈവം തമ്പുരാൻ MC റോഡിൽ വെച്ച് പട്ടുപോയിടത്തു നിന്ന് കരം പിടിച്ച് ദൈവത്തിന്റെ മാർവോട് ചേർത്തു. അന്ന് മുതൽ എനിക്കൊരു വിടുതൽ ദൈവം തമ്പുരാൻ തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് മുതൽ ദൈവം എന്നെ കണ്ടുകൊണ്ടിരുന്നു. അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ ഡോക്ടർമാരുടെ സപ്പോർട്ട്, അങ്ങനെ ഈ ദിവസം പ്രതി എന്റെ ചലനങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരുന്നു. അന്നൊരുത്തേക്ക് മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങളാവുന്നു. പല വിധത്തിലുള്ള ഓപ്പറേഷനുകൾ ചെയ്തു. മുഖത്തിന്റെ ഒരു ഭാഗം തിരുവല്ലായിലുള്ള പുഷ്പേരിയിലുള്ള വേണുഗോപാൽ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞു സാധാരണ ഒരു മനുഷ്യന്റെ രൂപമാക്കി എടുക്കാമെന്ന്. അങ്ങനെ എന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മൊത്തം എടുത്തു മാറ്റി, പൊടിഞ്ഞെല്ലാം എടുത്തു മാറ്റി, കമ്പിയും പ്ലേറ്റും ഷൂവും ഒക്കെ ഇട്ട് ഒരു വശം ശരിയാക്കി തന്നു. ദേശയും ഒക്കെ വെച്ചു പിടിപ്പിച്ച് ദൈവം തമ്പുരാന്റെ കരം ആ ഡോക്ടറോട് കൂടെ ഉണ്ടായിരുന്നു. അത് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞപ്പോ സാധാരണ ഒരു മനുഷ്യന്റെ രൂപമായി. അന്നൊരു വാ തുറക്കത്തില്ല. തുറക്കാതെ വന്നപ്പോ പെടലി കിഴിച്ച് ജാക്കി വെച്ച് വാ പൊട്ടിച്ച് അവിടെ മോണയൊക്കെ കമ്പിയൊക്കെ ഇട്ട് സാധാരണ ഒരു മനുഷ്യന്റെ മോണയൊക്കെ ആക്കിയെടുത്ത അവസ്ഥകള്. ഹല്ലേലൂയ. 10-18 മണിക്കൂർ മുഖത്തിന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് ദശയൊക്കെ വെച്ച് പിടിപ്പിച്ച്, ഒരു വശത്തെ കണ്ണ് പോയതായിരുന്നു, കണ്ണൊക്കെ വെച്ച് പിടിപ്പിച്ച്, മൂക്കിന്റെ പകുതി പോയതായിരുന്നു, അതെല്ലാം പ്ലാസ്റ്റിക് സർജറി വെച്ച് പിടിപ്പിച്ച് തന്നു. ദൈവത്തിന്റെ കരുതല്. ദൈവം എന്നെ പഴയ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ട പോലെ തന്നെ ഒരു സാമാന്യ മനുഷ്യന്റെ ഒരു രൂപം ദൈവം തമ്പുരാൻ പുഷ്പേരിയുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് എനിക്ക് ഒരുക്കി തന്നു. അത് കഴിഞ്ഞാണ് ജനങ്ങളൊക്കെ എന്നെ നോക്കാൻ തുടങ്ങിയത്. വികൃത രൂപം. സാധാരണ ഇന്ത്യ സിനിമയിലൊക്കെ പോകുന്ന പോലെ ഒരു വശമില്ലാത്ത മനുഷ്യന്റെ രൂപമായിരുന്നു. എൻ്റെ മകനൊന്നും എന്നെ നോക്കത്തില്ലായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ മുഖത്ത് നോക്കത്തില്ലായിരുന്നു, ആരും മുഖത്ത് നോക്കാത്ത അവസ്ഥയിൽ ഒരു വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഒരു കട്ടിലെ കിടക്കുന്ന ഒരു രൂപം. അവിടുന്ന് ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന്റെ ആ സ്നേഹം എത്ര പറഞ്ഞാലും തിരിച്ചറിയാത്ത സ്നേഹം. ഹല്ലേലൂയ. ദൈവം എൻ്റെ അമ്മ എന്നെ വിളിക്കുന്ന പോലൊക്കെ വിളിക്കുമായിരുന്നു. ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ സ്നേഹം, അങ്ങനെയുള്ള ഇട തൊട്ട് ഞാൻ ദൈവമായിട്ട് എനിക്ക് അനേകരുടെ പ്രാർത്ഥന എൻ്റെ ശരീരത്തില് അനക്കമില്ലാതെ കടന്ന ഭാവങ്ങളിലെല്ലാം അനക്കങ്ങൾ വെച്ച് തുടങ്ങിയായിരുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനം ഓരോ ദൈവദാസന്മാര് ചെവി കൂടെ പറയുമ്പോൾ അത് കയറി ഇറങ്ങി ഓരോ ഞരമ്പുകൾക്ക് ജീവൻ ദൈവം തന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് മുഖം സാധാരണ മനുഷ്യരുടെ രൂപമാക്കിയെങ്കിലും കാലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം
പച്ചയ്ക്ക് ജീവനോട് പുഷ്പേരിൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെ കട്ടിലിന്റെ അവിടെ വന്ന് ഒരു സൂചി പോലെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ചുറ്റിയെ വെച്ച് എന്റെ കാലിന്റെ അസ്ഥിക്ക് ഒരു വശത്തു നിങ്ങപ്പുറത്ത് അടിച്ചിറക്കി പച്ച ശരീരത്തിലെ ആണി കണ്ടിച്ചിറക്കുന്ന പോലൊക്കെ എനിക്ക് ഒരു കണ്ണിന് ഇച്ചിരി ഓർമ്മയും കാഴ്ചയുള്ളതുകൊണ്ട് അതിൽ കൂടെ കണ്ടു. കുറച്ച് മാംസവും കുറച്ച് അസ്ഥി പൊടിഞ്ഞ എല്ലാം കൂടി ഇങ്ങപ്പുറത്ത് ചാടി വരുന്നത്. എന്നിട്ട് അവരൊരു കമ്പിയിട്ട് ഒരു കയറ് വലിച്ചു കെട്ടി കട്ടിലിന്റെ ഒരു സൈഡിൽ വെയിറ്റിട്ട് വലിച്ചു മാസങ്ങൾ കടന്നാണ് എന്റെ കാല് ഇപ്പുറത്ത് വന്ന് ബോണിന്റെ അകത്ത് വന്ന് വീണത്. പല ഓപ്പറേഷനുകളും ഒക്കെ ചെയ്ത് ഒടിഞ്ഞു പോയ കാലെല്ലാം റെഡിയാക്കി എടുത്തു. പല പ്രാവശ്യം മുറിച്ചു കളയാൻ കയറ്റി. ദൈവം തമ്പുരാൻ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവനോട് 2 കാല് കുത്തി നടക്കാൻ ദൈവം തമ്പുരാൻ അവസരം തന്നു. അങ്ങനെ മുഖത്തിന്റെ എല്ലാം കഴിഞ്ഞു, കാലിന്റെ എല്ലാം കഴിഞ്ഞു, ഓപ്പറേഷനുകളെല്ലാം കഴിഞ്ഞു. ഞാനൊരു 10-16 മാസം തിരുവല്ല പുഷ്പേരി ആശുപത്രിയിലെ ഒരു കട്ടിലെ തന്നെ കടന്ന അവസ്ഥകള്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരെ ഒന്നും കാണാതെ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട അവസ്ഥ, സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥ, എല്ലാം ദൈവം തമ്പുരാൻ കുറേശ്ശെ മാറ്റി തന്നെ ആ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ കുറേശ്ശെ തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ചു കൊണ്ടു ഞാൻ അകരുന്നതിനനുസരിച്ച് ദൈവം തമ്പുരാൻ എന്നെ അടുത്തടുത്ത് വന്നു. പറഞ്ഞാല് അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു പ്രാവശ്യം ദൈവം തമ്പുരാൻ എന്നോട് സംസാരിച്ചു. ഒരു ദിവസം ഡോക്ടർമാര് തമ്മിൽ പറഞ്ഞു, ഇങ്ങനെ കിടന്നിട്ട് ഒരു പ്രയോജനമില്ല, നമുക്ക് പുള്ളിയെ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന്. കിടന്നാൽ ഒന്നും പ്രയോജനമില്ലാത്ത ആളിനെ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെ കേട്ടപ്പോ എന്റെ ഉള്ളിലൊരു ജീവൻ ദൈവം തന്നു. എന്റെ സഹോദരങ്ങൾക്കൊക്കെ വിഷമങ്ങളായി എന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഉദ്ദേശത്തില് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ആ രാത്രിയിൽ ദൈവം തമ്പുരാൻ പുഷ്പേരിൽ ആശുപത്രിയിൽ ഇറങ്ങി വന്നു. എന്റെ സൈഡിൽ കിടന്നവരെല്ലാം പറഞ്ഞു എന്തോ ഭയങ്കര കാറ്റും കല്ല് ഭയങ്കര വെട്ടവും ഒക്കെ ആയിരുന്നെന്ന്. അന്ന് എന്റെ ശരീരത്തിലുള്ള ബാക്കി രക്തം കൂടെ കണ്ണിക്കൂടെ മൂക്കിക്കൂടെ ചെവി കൂടെ എല്ലാം ചാടിഞ്ഞു വരുന്ന അവസ്ഥ. അന്നേരത്തേക്ക് ഡോക്ടർമാര് വന്ന് പറഞ്ഞു ഇവന്റെ കാര്യം പോയെന്ന്, കഥ തീർന്നു, ശബ്ദം നിലച്ചെന്ന് പറഞ്ഞു. ദൈവം തമ്പുരാൻ ഈ ഡോക്ടർമാര് നിലച്ചെന്ന് പറഞ്ഞാലും ദൈവം തമ്പുരാൻ എനിക്ക് അവിടെ ആദ്യം മുതലുള്ള ജീവൻ തന്നുകൊണ്ടിരിക്കുവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ ശരീരത്തിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് പുതിയ ശരീരത്തിന് പുതിയ ബ്ലഡ് ദൈവം തമ്പുരാൻ എനിക്ക് തന്നു. പിറ്റേ ദിവസം ഡോക്ടർമാര് പറഞ്ഞു ഇവനെയും കൊണ്ടുപോയി അടക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കോളെ. എന്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അവര് വിങ്ങി പൊട്ടി കരഞ്ഞു മാറി നിന്നു. പക്ഷേ അടുത്ത ദിവസം എന്നെ കാണുന്ന നല്ലൊരു ഉണർവ് എന്റെ ശരീരത്തിൽ ദൈവം തമ്പുരാൻ തന്നു. എനിക്ക് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായി. മൂളനും ഞരക്കങ്ങളും കൂടിക്കൊണ്ടിരുന്നു. അന്നേരത്തേക്ക് വീണ്ടും ഡോക്ടർമാര് പറഞ്ഞു ഇവനെന്തോ ഒരു മാറ്റം സംഭവിച്ചെന്ന് പുഷ്പേരിൽ ആശുപത്രിയിലെ ഡോക്ടർമാര് പറഞ്ഞ അവസ്ഥ. അവിടെ നിന്ന് എനിക്ക് ഓരോ സൗഖ്യങ്ങൾ തന്നു. ദൈവം തമ്പുരാൻ ഓരോ ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പുഷ്പേരി ആശുപത്രി വിട്ടെങ്കിലും ഞാൻ അവരോട് കൈയും കാലും ഒക്കെ കാണിച്ച് പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥനക്കാരോട് അപ്പോഴും എന്റെ ആ കെറിവ് തീർന്നിട്ടില്ല. എന്തോ അന്നറിയല്ല. ഞാൻ വിചാരിച്ചു പള്ളിയും പട്ടക്കാരനും മാത്രമേ ഉള്ളൂ. അതിന്റെ ഉദ്ദേശം ഞങ്ങൾ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നപ്പോഴേ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയപ്പോൾ എന്റെ അമ്മ എന്നെ നേർന്നു ഒരു പള്ളിയിലെ ഒരു അച്ഛനാക്കാൻ, ഒരു പുരോഹിതൻ ആക്കണം. ഒത്തിരി പിള്ളേരുണ്ടല്ലോ, അതുകൊണ്ട് ഇവനെ ഒരു പുരോഹിതനാക്കിയേക്കാം. ഇവനൊരു നല്ല മനുഷ്യനല്ലാതായിരിക്കുമെന്നുമല്ലോ അവർക്കൊരു
രൂപം ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ തീരുമാനിച്ച്. പക്ഷെ ഞാൻ ഒരു പുരോഹിതനോ ഒരു കപ്പിയാരോ അല്ലെ പള്ളി മൂപ്പനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒന്നും അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും എനിക്കില്ലായിരുന്നു. എങ്ങനെയും ജീവിക്കണം, എങ്ങനെയും കൃഷി ചെയ്യണം, എങ്ങനെയും ബ്ലേഡ് കച്ചവടം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ധാരണയിൽ അങ്ങ് ജീവിച്ചു. കാശുണ്ടാക്കണം, ആ ചിന്ത മാത്രം മനസ്സിൽ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം തമ്പുരാൻ എന്നെ കഴുകിയെടുത്തെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കരുതലായിരുന്നു. നമ്മുടെ ഈ കലവും ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നവരുടെ അടുക്ക ചെല്ലുമ്പോൾ ഓരോ പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോഴോ അത് ഉടഞ്ഞു പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആള് വീണ്ടും അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തല്ലി ഇടിച്ച് ഒന്നിച്ച് അവരുടെ മനസ്സിൽ രൂപമാക്കുന്ന പോലെ ദൈവം തമ്പുരാൻ എന്നെ ആക്കിക്കൊണ്ടിരുന്നു. പല ഓപ്പറേഷനുകള്, പല കഷ്ടങ്ങള്, പ്രയാസങ്ങള് വർഷങ്ങൾക്കോളം കടന്ന് എന്നാലും ദൈവം തമ്പുരാൻ എന്റെ പുറമൊന്നും പൊട്ടിച്ചില്ല. അവിടെ ആശുപത്രി കിടക്കുമ്പോ 4 നേരം എന്റെ പുറത്ത് ചൂടുവെള്ളവും ഡെറ്റോളും ഒക്കെ ഒഴിച്ച് എന്റെ പുറം ക്ലിയർ ആക്കിക്കൊണ്ടിരുന്ന എനിക്കുള്ളവര്. ഇങ്ങനെ ദൈവം തമ്പുരാൻ അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ദൈവം തമ്പുരാൻ പ്രയോജനം ഒരുക്കി തന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഞാന് ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനായെങ്കിലും നടക്കത്തൊന്നുമില്ലെങ്കിലും സംസാരിക്കത്തില്ലെങ്കിലും ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവം തമ്പുരാൻ തൊടുന്ന എന്നെ കാണുന്നിടവല്ല എനിക്ക് അനക്കം വെച്ചു തുടങ്ങി. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവം തമ്പുരാന്റെ സ്നേഹം എനിക്ക് അരച്ച് കലക്കി എന്റെ വായിൽ തന്നു. ഹല്ലേലൂയ! എനിക്ക് ജീവനില്ലാത്ത ശരീരങ്ങളെല്ലാം ജീവൻ വെച്ചു. അനക്കമില്ലാങ്ങടവെല്ലാം അനക്കം വെക്കാൻ തുടങ്ങി. എന്റെ കാൽ ഒരു 10-20 സെന്റിമീറ്റർ അവരെല്ലാം ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നീളക്കുറവുണ്ടായിരുന്നു. അതും സഹിക്കാവായിരുന്ന അവസ്ഥയായിരുന്നു. അതും ദൈവം തമ്പുരാൻ മാറ്റി. ഒരു ദിവസമേ ഡോക്ടർമാര് തീരുമാനിച്ചു എന്റെ ഭവനത്തിൽ 10 ദിവസം വിടാന്. എന്റെ ഭവനത്തിൽ ആംബുലൻസ് കൊണ്ടുവന്ന് എന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് തിണ്ണയ്ക്കൊരു തടിക്കട്ടിലിട്ട് അവിടെ കടത്തി. അങ്ങനെ 10 ദിവസം അവിടെ കടന്നപ്പോഴേ എന്റെ കൊള്ളവരെല്ലാം വന്ന് കാണുകയും കേരളത്തിലെ ഒരു 100 കണക്കിന് ദൈവദാസന്മാരെ ദൈവത്തിന്റെ ആലോചന അവർക്ക് കൊടുത്തു. തിരുവല്ലായിലുള്ള ബദിനി റോഡിലുള്ള ഒരു കൊച്ചോടിട്ട വീട്ടിൽ ഒരാൾ വാഹനം കയറി മരിച്ചാളെ ജീവനോട് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പോയി പ്രാർത്ഥിക്കാൻ അനേക ദൈവദാസന്മാർ ഇടുക്കി മൂലമുറ്റം അവിടുന്നൊക്കെ എന്റെ വീട്ടിൽ വരുന്ന വഴി വരെ കാണിച്ചു കൊടുത്ത് എന്റെ ഭവനത്തിൽ വിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയെല്ലാം എനിക്ക് പ്രയോജനമായിരുന്നു. ഏത് ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അത് ദൈവം തമ്പുരാൻ എനിക്ക് 100 മടങ്ങ് ബലവും ശക്തിയും തന്നുകൊണ്ടിരുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് വീട്ടിൽ നിന്ന് മടക്കി വീണ്ടും പുഷ്പേരി കൊണ്ടുവന്നു. 10 ദിവസത്തെ അവധിക്കാണ് എന്നെ വീട്ടിൽ വിട്ടതെങ്കിലും വീണ്ടും കൊണ്ടുവന്ന് ആ കട്ടിലെ തന്നെ കിടത്തി. അവിടെ വെച്ച് ഡോക്ടർമാരെ അരവരെയുള്ള ഷൂ, ഇരുമ്പിന്റെ കഷ്ണം വെച്ച് പിടിപ്പിച്ച ഷൂവ് ഒരു കാലിനൊന്ന് വീതി കൂട്ടി ഒരു കാല് സാധാരണയാക്കി തന്നര വരെ വെച്ചു. 2 വടിയും പിടിപ്പിച്ച് അവിടെ പെതുക്കെ എന്റെ റൂമില് നടത്തി നോക്കി. അന്നേരം എനിക്ക് തോന്നി എന്റെ അരയ്ക്ക് താഴെ എനിക്ക് ഇല്ലെന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം അവരോട് പറഞ്ഞു എന്റെ കാലന്തിയെ എന്റെ അരേഖം വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനൊക്കെ പെരുക്കെയൊക്കെ കാണിച്ചെങ്കിലും അവരും അങ്ങനെ ഒന്നും സംസാരിച്ചില്ല. അന്ന് അവിടെയൊക്കെ ഇങ്ങനെ നടത്തി പിറ്റേ ദിവസവും പെരുക്കെ നടക്കുവാനൊക്കെ തുടങ്ങി. അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്റെ ആഗ്രഹവും എനിക്ക് വീണ്ടും ജീവിക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായെങ്കിലും നമുക്ക് ആരോടും പറയാനില്ലല്ലോ. ദൈവമേ നീ എന്നെ വീണ്ടും ജീവിപ്പിച്ചല്ലോ എന്നൊന്നും പറയാൻ അന്ന് അറിയത്തില്ലായിരുന്നു. ഒരു പള്ളിയിലെ ഒരു വിശ്വാസിയായിട്ട് അവിടെ പള്ളി നടക്കുന്നതിന്റെ മുമ്പിൽ അവിടെ കണ്ട് നിന്നിട്ടുള്ള വ്യക്തി. ദൈവമായിട്ട് ഒരു വചനം വായിച്ചിട്ടുമില്ല, ഒന്നുമില്ലാത്ത മനുഷ്യനായിരുന്നു.
മൂത്തവരെല്ലാരും ഉണ്ടായിരുന്ന കൊണ്ട് ഒന്നിനും ഒരു വിഷമവും പ്രയാസവും ഒന്നുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മനുഷ്യൻ എന്ന് വിചാരിച്ചു. ദൈവം തമ്പുരാൻ അതെല്ലാം കളഞ്ഞു. ആ ശത്രു തട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വീണ്ടും ആശുപത്രിയിൽ പോയി കിടക്കുന്ന അവസരത്തില് എന്റെ കൂടെ ബഹറിൽ ജോലിയുള്ളായിരുന്ന എന്റെ ഒരു സ്നേഹിതൻ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. പല പ്രാവശ്യം വന്ന് കണ്ടുകൊണ്ട് ആ പുള്ളി പറഞ്ഞു, നീ ദൈവമായിട്ട് കൂടുതൽ അടുക്കണം, ദൈവത്തിന്റെ കൽപ്പനകൾ ഏൽക്കണം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അന്നേരം നിന്നെ ദൈവം കൂടുതൽ സൗഖ്യം തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അന്നേരം പുള്ളി പറഞ്ഞു, പുള്ളി ഏനാത്തുള്ളാണ്, കൊളക്കടയില്. ആ പുള്ളി പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോയി കർത്താവിന്റെ കൽപ്പന പ്രകാരം ജലത്തിൽ മുങ്ങി നിന്നെ സ്ഥാനപ്പെടുത്താവുന്നതൊക്കെ പറഞ്ഞു. അന്നേരവും നമുക്കതൊന്നും പറഞ്ഞാൽ അറിയത്തൊന്നുമില്ല. നമ്മൾ പള്ളി പട്ടണം ഇങ്ങനെയൊക്കെയുള്ള ധാരണയെ കൂടെ നടക്കുന്ന അവസരമായിരുന്നു, ആ പ്രായമായിരുന്നു. അതുകൊണ്ട് നമുക്ക് തോന്നുന്ന വഴിയെ നടന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ എന്നെ കണ്ടെന്ന് പറഞ്ഞാൽ അതിശക്തിയായിട്ട് എന്നെ കണ്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ അന്ന് വൈകിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ ദൈവത്തോട് സംസാരിച്ചു. ദൈവം തമ്പുരാനെ അതാരും കേട്ടില്ല, ദൈവം മാത്രമേ കേട്ടുള്ളൂ. ശബ്ദം പുറത്തോട്ട് വരുവാൻ എനിക്കൊരു ചാൻസ് തരണം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 10 വർഷം കഴിഞ്ഞുണ്ടായ അവരുടെ കൂടെ ജീവിക്കാൻ ഒരു അവസരം തരണമെന്ന് പ്രാർത്ഥിച്ചില്ല, ഇങ്ങനെ പറഞ്ഞു. ഒരവസരം തന്നാൽ, ഒരു പ്രസംഗിയനല്ല, ഒരു ആശുപത്രിയിൽ ചെന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ നടക്കാൻ ഒരു അവസരം തരണം. എനിക്കൊരു ചാൻസ് കൊടുത്താ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരെല്ലാം വന്നു. പക്ഷെ ആരും കണ്ടില്ലെങ്കിലും ദൈവം തമ്പുരാൻ കേട്ടു. ദൈവം തമ്പുരാൻ എനിക്ക് അതിന് അവസരം തന്നു. ദൈവം എന്നെ പെട്ടെന്ന് അനക്കങ്ങൾ കൂടുതൽ തന്നു. അങ്ങനെ വീണ്ടും 2 മാസം കഴിഞ്ഞ് എന്നെ ഭവനത്തിലായിട്ട് വിട്ടു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഞാൻ പറഞ്ഞ എൻ്റെ സ്നേഹിതരും ഞങ്ങളെ 3-4-5-6 പേര് കൂടി കാറ് പിടിച്ച് ഞങ്ങൾ ഏനാത്ത് ചർച്ചോക്കോടിൽ ചെന്ന് ദൈവത്തിന്റെ കൽപ്പന ഏൽക്കാൻ ദൈവം തമ്പുരാൻ അവസരം തന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അവരുടെ വീട്ടിലുള്ള സ്ഥാനക്കുളത്തില് 10-20 ദൈവദാസന്മാരും 100 മനുഷ്യരുടെ ഇടയില് അവരെന്നെ ജലത്തിൽ മുക്കി സ്ഥാനപ്പെടുത്തി. 2 വടി അരവരെയുള്ള ഷൂ ഇട്ടിറങ്ങിയ എനിക്ക് തിരിച്ചു കയറിയപ്പോൾ വടിയുടെ ആവശ്യം ഉണ്ടായില്ല. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് പിന്നെ ഞാൻ വടികളെല്ലാം മാറ്റിയായിരുന്നു. അരവരെയുള്ള ഷൂ ഒക്കെ ഇട്ടോണ്ട് നടന്നു. അതിന്റെ ഇടയ്ക്കും സംഭവങ്ങൾ ഉണ്ടായി. അതിന്റെ ഇടയ്ക്ക് രക്ഷിക്കപ്പെട്ടത് ഭയങ്കര സംഭവമായിരുന്നു. ആശുപത്രി കട്ടിലെ കടന്നുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഭാര്യയെ മറ്റുള്ളവരും ഒക്കെ രക്ഷയൊക്കെ പറഞ്ഞ് ചെവി തരുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അതിങ്ങനെ ഓർമ്മ വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്നെ പോലൊക്കെ ഭാവിയായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ലല്ലോ. എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് വീണ്ടും നടത്തണമേ, എനിക്ക് ഒരവസരം കൂടെ തരണമേ. ഞാൻ പൊട്ടി കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആശുപത്രി കട്ടിലെ കടന്ന് രാത്രിയിൽ ദൈവം തമ്പുരാൻ അന്നു എന്നോട് ഇടപെട്ടു. എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയെ പോലെ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ തൊട്ട് എൻ്റെ കയ്യിൽ, എൻ്റെ ഉള്ളം കരത്തിൽ നീ ഉണ്ട്. നിനക്കൊന്നും സംഭവിക്കുകയില്ല. നിനക്ക് എന്ത് ജീവൻ ഞാൻ തരും, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. നിന്നോട് എനിക്ക് അത്ര സ്നേഹമാണെന്ന് എൻ്റെ ഉള്ളത്തിൽ ദൈവം തമ്പുരാൻ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ആ രക്ഷ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ദൈവം തമ്പുരാൻ അന്ന് തൊട്ട് എന്നെ നടത്തുകയും ഒക്കെ ചെയ്ത് എനിക്ക് ജീവിക്കണമെന്ന് വീണ്ടും ഒരാഗ്രഹം ഉണ്ടായെങ്കിലും ഞാൻ 1 വർഷം കൂടെ സംസാര ശേഷി കുറഞ്ഞവനായിട്ട് നടന്നു.
അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഞാൻ ഓരോ ആശുപത്രിയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി ട്രാക്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പ്രാർത്ഥിക്കാനും ഒന്നും അറിയില്ലായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ ഭാര്യ മർത്തോമക്കാരിയായിരുന്നു. അവിടുന്ന് ഞാൻ ഓർത്തഡോക്സിൽ ആക്കി കല്യാണം കഴിച്ചതാണ്. എന്നാലും പുള്ളിക്കാർക്ക് ദൈവത്തോട് മാത്രമേ മറ്റൊരാളോട് സംസാരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ദൈവമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു. ഞങ്ങൾ ആശുപത്രികളിൽ പ്രാർത്ഥിച്ച് നടന്നു, വലിയൊക്കെ പിടിച്ച് നടന്നു. അങ്ങനെ കുറച്ച് നാളൊക്കെ നടന്നു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഒരു ദൈവസഭയിൽ അംഗമെടുത്തു. അങ്ങനത്തെ വരുത്തെന്ന് പറഞ്ഞ തിരുവല്ല മൊത്തം ഞങ്ങളെ വാഹനം പിടിച്ച് മരിച്ചു പോയ ആളാണെന്നറിയാവുന്നതുകൊണ്ട് അനേക ദൈവസഭയെ എന്നെ ആകർഷിച്ചു. ഇവിടെ വാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ദൈവസഭയിലെ ഞാനും എൻ്റെ കുടുംബവും ദൈവസഭയോട് ചേർന്നു ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങൾക്ക് ആ സഭയെ ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരുന്നു. അങ്ങനെയും കഴിഞ്ഞ് കുറച്ചു കാലം കൂടെ ഒക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരോടോ നാട്ടുകാരോടോ ഞാനൊരു രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ഒരു മനുഷ്യനാന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 വർഷക്കാലം എൻ്റെ മാതാപിതാക്കൾ പ്രായമുള്ളവരായിരുന്നു. അവരെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെ പോയെന്ന് പറയുമ്പോ അവർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ആരോടും പറയാതിരുന്നു. എൻ്റെ പിതാവ് മരിച്ചു, ആ പള്ളി കൊണ്ട് അടക്കം ചെയ്തു, അവിടം വരെ പോയി. പിന്നെ അതിനുള്ള മറ്റുള്ള ഒരു പരിപാടിയിൽ സംബന്ധിച്ചിട്ടില്ല. എൻ്റെ മാതാവ് മരിച്ചു. അന്ന് ഒരു ഡിസംബർ മാസമാണ്. അന്ന് ഞാൻ ട്രാക്റ്റുകൾ കൊടുക്കാൻ 3-4 പേരെ എല്ലാം കൂട്ടി തിരുവല്ല പ്രദേശം മൊത്തം ട്രാക്റ്റ് കൊടുക്കാൻ റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നു മരിച്ചെന്ന് പറഞ്ഞ അവസ്ഥ. ഞാൻ ഇന്നൊരു ദൈവത്തോടൊരു വാക്ക് ചോദിച്ചു, ദൈവമേ, ഞങ്ങളെ ട്രാക്റ്റ് കൊടുക്കാൻ പോവായിരുന്നല്ലോ, അത് തടസ്സപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ അമ്മ എന്റെ ചാടിക്കേറി പിടിച്ചു. പിന്നെ 4 ദിവസം കഴിഞ്ഞാണ് മരിച്ചത്. ദൈവം തമ്പുരാൻ എന്നോടുള്ള സ്നേഹം വർദ്ധിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും ദൈവം കേൾക്കും. അതുപോലെ ഞാനും ദൈവമായിട്ടൊരു ബന്ധം, അപ്പനും മോനും എന്ന പറഞ്ഞ പോലൊക്കെ ഒരു ബന്ധം, കൂട്ടുകാരെ പോലെ ഒരു ബന്ധം അങ്ങനെയൊക്കെ തന്നു. എന്നാലും കൂടുതലൊന്നും വിട്ടു തന്നില്ല. ഞാൻ അഹങ്കരിക്കുമെന്നുള്ള ധാരണയില് എന്നാലും ദൈവം തമ്പുരാൻ അന്നുള്ള ഓരോ ആവശ്യങ്ങൾ നടത്തി എന്നെ നടത്തുന്നു. ദൈവം തമ്പുരാൻ പല സ്ഥലങ്ങളിൽ പോയി സാക്ഷി പറയുവാനും വലിയ സാക്ഷിയൊന്നും പറയാൻ അറിയത്തില്ലെങ്കിലും അല്പം പറഞ്ഞ് ഓരോ കൊച്ചു സഭയിലൊക്കെ പോയി ഞായറാഴ്ച ദിവസം പോകത്തില്ല. ഞാൻ കൂടുന്ന സഭ വിട്ട് അങ്ങനെ അധിക സഭകളിലൊന്നും പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് അനേക ദൈവമക്കളുമായി ഇടപെട്ടു. കേരളത്തിന്റെ നാനാഭാവങ്ങളിൽ പോയി പരസ്യം ചെയ്യാനും ട്രാക്റ്റുകൾ പുതിയ നിയമങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളും ജീവിച്ചു പോരുന്നു. എന്നാലും ദൈവം തമ്പുരാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഓരോ ദിവസം കരം പിടിച്ചുകൊണ്ട് നടക്കും. ഒരു സ്കൂട്ടറോ ബൈക്കൊക്കെ കിട്ടിയാൽ അവത്തെ പോവും. ഒരു കാലിന് ഇച്ചിരി സാധ്യത കുറവുണ്ട്, എന്നാലും അതിന് ഒരേ തുല്യ അളവാണ്. ഡോക്ടർമാര് 3-4 വർഷം കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോ എൻ്റെ കാല് തുല്യ അളവ്, ഒരു ചെരുപ്പ്, ഒരു മോഡലിലെ ചെരുപ്പ് അതിട്ടോണ്ട് നടക്കുന്നു. ആ കാല് വലിച്ചു നീട്ടി ദൈവം തമ്പുരാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ജീവിതത്തിന്റെ അനേക ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിലും ദൈവം തമ്പുരാൻ നടത്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു സഭയെ വെച്ച് ഒരു ദൈവദാസൻ പറഞ്ഞു, ഒരു കൺവെൻഷൻ സ്ഥലത്ത് വെച്ച് നിന്നെ ലോകത്തിന്റെ നാനാഭാവങ്ങളിൽ വിട്ട് സാക്ഷി പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് എനിക്ക് അങ്ങനെ ഒരു വണ്ടി കയറാനോ പ്ലെയിൻ കയറാനോ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ ദൈവം തമ്പുരാൻ UK പറഞ്ഞു വിട്ട് ലണ്ടനില് ഒരു 2,500 പേരുള്ള ഒരു സഭയിൽ ഒരു ദിവസം 1 മണിക്കൂർ സാക്ഷി പറയുവാൻ തന്നു.
അന്ന് അവിടെ എല്ലാ വീട്ടുകളിലേക്കും അതിന്റെ കണക്ഷൻ കൊടുത്തിരുന്നു. അവരെല്ലാം കണ്ടു. ഇംഗ്ലീഷുകാരും കറുത്ത വർഗക്കാരും എല്ലാം സാക്ഷി കേട്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ വെച്ച. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി ജീവിപ്പാൻ ഈ ഒന്നിനും കൊള്ളാത്ത ഈ മനുഷ്യനെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ച് അതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബവും ഇപ്പൊ ദൈവത്തിന്റെ ഭാഗത്താണ്. എനിക്കുള്ളവരെയൊക്കെ വരാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. എന്നെ വണ്ടി ഇടിച്ച് ആശുപത്രി കിടക്കുമ്പോൾ സമയത്ത് അവർക്ക് 2 വയസ്സ് 4 വയസ്സൊക്കെ പ്രായമേ ഉള്ളായിരുന്നു. അവത്തില് ഒരു മോനെ ഞങ്ങള് നോക്കാൻ ആരുമില്ലാതെ വീട്ടിലിങ്ങനെ കടന്ന് അവനെ ഞങ്ങള് ഇംഗ്ലീഷ് മീഡിയം സെന്റ് മേരീസിൽ വിട്ട് 5ാം ക്ലാസ് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം പെട്ടെന്ന് അവനെ ഒരു കൈക്കുവേദന ഉണ്ടായി. ഞങ്ങള് തിരുവല്ലായി കോട്ടയം മെഡിക്കൽ കോളേജിലെല്ലാം കാണിച്ചിട്ട് അവന്റെ വേദനയ്ക്ക് കുറവില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ BP ഗംഗാധരൻ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞിട്ട് പുള്ളി അവനെ ചികിത്സിച്ചു. അവന്റെ കൈയുടെ ബോണിന്റെ ഇവിടെ അറ്റത്തൊരു ക്യാൻസറിന്റെ ഒരു രൂപം വളർന്നു. പക്ഷെ ഞങ്ങൾ ലേസോറി കൊണ്ടുപോയി അവനെ ഓപ്പറേഷൻ ചെയ്ത കൈയുടെ അസ്ഥി എടുത്ത് കളഞ്ഞു. എന്നിട്ട് കാലെന്ന് അസ്ഥി എടുത്ത് വെപ്പിച്ചു. 1 മാസം കഴിഞ്ഞപ്പോ അത് ജോയിന്റ് ആയി. അവൻ വീണ്ടും പിള്ളാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനും സൈക്കിൾ ഓടിക്കുകയും ഒക്കെ ചെയ്യുവാനും. വീണ്ടും 1 വർഷം അതേ സമയത്ത് അവൻ അവിടെ തന്നെ ക്യാൻസറിന്റെ മുഴ വന്നു. ഞങ്ങൾ ഉടനെ സാറിനെ അറിയിച്ചു. ഞങ്ങൾ ലേസോറി കൊണ്ടുപോയി. പക്ഷെ അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാറ് പറഞ്ഞു ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ല, അവന്റെ ശരീരം മൊത്തം പടർന്നുപോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിരാശയോടെ അന്നേരത്തേക്ക് ഞങ്ങൾ ദൈവസഭയല്ല, അന്നേരം പള്ളിയിലുള്ളവരെല്ലാം വന്ന് പറഞ്ഞു അനുഭവിച്ചോ, പള്ളിയിൽ നിന്ന് മാറിയതിന്റെ ശാപമാണ്. അതൊന്നും കേട്ടിട്ട് ഞാൻ കുരുങ്ങിയില്ല. നമ്മൾ അനുഭവിക്കണ്ടല്ലോ, അനുഭവിക്കണോ. ദൈവം തമ്പുരാൻ അവനെ എടുത്തു. ഒരു ദിവസം ഒരു ഡിസംബർ മാസം 31-ാം തീയതി ഞങ്ങൾ സഭയിലെ ഹല്ലേലൂയ നൈറ്റിലെ ആരാധനയ്ക്ക് പോന്നന്ന് പെട്ടെന്ന് അവന് വയ്യാതെ വന്നു. കരത്തിന്റെ ഇവിടെ പൊട്ടിപ്പോയിട്ട് മാംസവും രക്തവും എല്ലാം കൂടെ ചാടി. ഞങ്ങൾ പെട്ടെന്ന് പുഷ്പേരി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡോക്ടർമാര് ട്രിപ്പ് ഇട്ടു. കുറച്ച് സമയം ഇവൻ ഞങ്ങളെ നോക്കി. അവന്റെ ചേട്ടനെ വിളിച്ചു, ഇടാ ഇങ്ങോട്ട് വന്ന് കടാന്ന് പറഞ്ഞു. അവൻ ചെന്നു പിടിച്ചിരുത്തി അന്നുവരെ കടത്തി. പിന്നെ അവൻ ആരെയും നോക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ 2ാമത്തെ കഷ്ടവും പ്രയാസവും അവിടെ വെച്ചുണ്ടായി. ഞങ്ങൾ അവനെ ഹല്ലേലൂയ അനേകര് പറഞ്ഞു അവൻ മരിക്കത്തില്ലെന്ന് പറഞ്ഞു, ജീവിക്കും, ദൈവവേല ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. ഞങ്ങൾക്ക് അതിസങ്കടവും വിഷമവും ഉണ്ടായിരുന്നു. എന്നാലും ദൈവം തന്നു, ദൈവം എടുത്തു. ഞങ്ങൾക്ക് 10 വർഷം പിള്ളേരില്ലെങ്കിലും ദൈവം തന്നതാണ്. ദൈവം തിരിച്ചെടുത്തു. ഞങ്ങളുടെ വീട്ടിലെ ഒത്തിരി റോസാ ചെടികളും മുല്ലപ്പൂക്കളും ഉണ്ട്. അതിലേറ്റവും നല്ല പൂവ് ഹല്ലേലൂയ പറിച്ചെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല രീതിയിൽ അവനെ അടക്കം ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക രാഷ്ട്രീയക്കാർ, അനേക ദൈവ മക്കളെ കൊച്ചായിരുന്നുകൊണ്ട് അനേകര് വന്ന് സംബന്ധിച്ചു. അടക്കം കഴിഞ്ഞു. ഇപ്പൊ ഒരു മോനുണ്ട്, ഞങ്ങളുടെ മൂത്ത മോനാണ്. അവൻ ബോംബെയിലെ MGM മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലിയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് UK ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്നു. കുടുംബമായി UK ലണ്ടന്റെ അടുത്ത് താമസിക്കുന്നു. എന്നെയും എന്റെ ഭാര്യയെ അവൻ പോയി 1 മാസം കഴിഞ്ഞപ്പം പറഞ്ഞു, കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് അവിടെ സാമ്പത്തികം കുറവാണെങ്കിലും ഞങ്ങളെ കൊണ്ടുപോയി 6 മാസം മൊത്തം അവിടെ നിർത്തി. അവിടെയുള്ള ദേശം മൊത്തം കൊണ്ടുപോയി കാണിച്ചു. ഹല്ലേലൂയ. അവിടുന്ന് പ്ലെയിനെ പോയി കാണിച്ചു. സകല രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും എല്ലാം, ബീച്ചുകളെ എല്ലാം അവിടെയുള്ള സകലതും ഞങ്ങളെ കാണിച്ചു. അവന് വലിയ സാമ്പത്തികം ഇല്ലെങ്കിലും അവനുണ്ടാക്കിയ മുതല് ഞങ്ങളെ അവിടെ എല്ലാം കൊണ്ടുപോയി കാണിച്ചു. അവന്റെ കൂടെ 6 മാസം അവന്റെ കുടുംബത്തിന്റെ കൂടെ പാർക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം തന്നു.
അവിടുത്തെ ജനത്തിന്റെ മുമ്പ് സാക്ഷി പറയാൻ ദൈവം തമ്പുരാൻ അവസരം ഒരുക്കി തന്നായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 6 മാസം കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്ന് പരസ്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആന്റി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ എന്റെ അടിയന്റെ സാക്ഷി കേട്ടെ അനേകര് ദൈവ ഭാഗത്ത് വരട്ടെ. ദൈവം തമ്പുരാൻ രോഗികൾക്ക് സൗഖ്യം കൊടുക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനും ബുദ്ധിമുട്ടിയായിരുന്നു. ദൈവം തമ്പുരാൻ ദിനം പ്രതി ഞങ്ങൾക്ക് ഓരോന്ന് തന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഞങ്ങൾക്ക് 2-3 ഭവനങ്ങൾ ഒരുക്കി തന്നു. കൃഷി നിലങ്ങൾ ദൈവം തമ്പുരാൻ സ്വന്തം പേരിൽ ഒരുക്കി തന്നു. അങ്ങനെ തിരുവല്ലായിൽ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ അവസരം തന്നു. അനേകരോട് സാക്ഷികൾ പറഞ്ഞില്ലെങ്കിലും ഒരു ട്രാക്ടെങ്കിലും കൊണ്ട് ഓരോരുത്തരുടെ കരങ്ങളിൽ കൊടുക്കും. അങ്ങനെ വലിയ പ്രാർത്ഥിപ്പാനോ പ്രസംഗിക്കാനോ ഒന്നും കഴിവില്ലെങ്കിലും നമ്മുടെ എന്റെ തലയുടെ ആ മെമ്മറി നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് പെട്ടെന്ന് ഓർക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, എന്നാലും ക്ഷീണിച്ചു പോകാതെ ദൈവസന്നിധിയിൽ എന്റെ സാക്ഷി പറയുവാൻ വാ തുറന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയെ ദൈവം തമ്പുരാൻ സംസാരിച്ചു. ഞാനൊരു ഹല്ലേലൂയൊക്കെ പറഞ്ഞാൽ അത്ര ശക്തിയോട് പറയാൻ ദൈവം തമ്പുരാൻ എനിക്ക് കൃപ തന്നു. അതിലുപരിയായി ദൈവത്തിന്റെ ആ കറുത്ത ബൈബിൾ എടുത്തുകൊണ്ട് നടക്കാൻ ദൈവം തമ്പുരാൻ ശക്തി തന്നതിനാൽ സ്തോത്രം ചെയ്തു. അതിനെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ദൈവം തമ്പുരാൻ എന്നെ അതിശയകരമായി നടത്തി. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാനും എൻ്റെ ഭാര്യയും മാത്രം ഭവനത്തിലുള്ളൂ. മോനും കുടുംബവും UK-യിലാണ്. ഞങ്ങൾ എന്നും രാവിലെയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അടിയങ്ങൾ ചോദിക്കുന്നു. അതേ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എന്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ പിതാവേ, അല്പസമയം അങ്ങയുടെ പാദപീഠത്തിങ്കലിരുന്ന് അങ്ങ് തന്ന സാക്ഷി പറയുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആന്റിയെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ. പുതിയ സാക്ഷികൾ സ്വീകരിപ്പാൻ ഒരുക്കണമേ. അനേകർക്ക് അതൊരു വിടുതലാക്കി തീർക്കണമേ. അനേകർക്ക് സൗഖ്യം കൊടുക്കണമേ. അനേകം രോഗികൾ ഈ സാക്ഷികൾ കേട്ട് സൗഖ്യം പ്രാപിപ്പാൻ ഒരുക്കണമേ. ദൈവം തമ്പുരാന്റെ കാര്യത്തില് ആന്റിയുടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. അതേ കുടുംബമായി മാനിച്ചാട്ട് അനുഗ്രഹിക്കാം. അവർക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിന്റെ തുറന്നങ്ങ് കൊടുത്താട്ടെ. ആത്മീയവും ഭൗതികവും കൊണ്ട് നിറയ്ക്കണം. കർത്താവ് പ്രാർത്ഥന ആമേൻ.